അപ്പോൾ ഇതും നിങ്ങൾ ക്യാപ്ഷൻ കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ല. പല സ്ത്രീകൾക്കും തയ്ക്കാൻ അറിയാം, പക്ഷേ വർക്ക് കിട്ടുന്നില്ല എന്നതാണ് വിഷമം അല്ലേ. ഞാനും ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ഈ കസ്റ്റമർ എങ്ങനെ കിട്ടുന്നു ഞാൻ തയ്ച്ചു തുടങ്ങിയ സമയത്ത്. പക്ഷെ ഞാൻ വന്ന രീതി വേറെ രീതി കൂടി ആയിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് എത്തിയത്. ഞാൻ മീഷോ വഴി സെല്ല് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് എത്തിയത്. അങ്ങനെയാണല്ലോ, നമ്മളൊരു സംരംഭം തുടങ്ങി നമുക്കതിൽ നിന്ന് ലാഭം ഏത് വഴി കിട്ടുക എന്ന് ആലോചിച്ച് നമ്മൾ മുന്നേറുമ്പോഴാണ് പല വഴികളും നമുക്ക് തുറന്നു വരാം. അങ്ങനെ ലാഭത്തിൻ്റെ മുന്നേറ്റം കൊതിച്ച് ഞാൻ വന്ന് എത്തിപ്പെട്ടത് സ്റ്റിച്ചിങ് മേഖലയിലേക്കായിരുന്നു. സ്റ്റിച്ചിങ് മേഖലയിലേക്ക് എത്തിപ്പെട്ടപ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. തയ്ച്ച് കടയിൽ നിന്ന് മേടിച്ച് വിൽക്കുന്ന പോലെയല്ല സ്റ്റിച്ച് ചെയ്തിട്ട് വിൽക്കുമ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ അധ്വാനത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അതായത് ബുദ്ധിമുട്ടുണ്ട്. ആൾക്കാരിൽ നിന്ന് കാശ് മേടിച്ചെടുക്കാനുള്ള പാട് അതും ഒരു ബുദ്ധിമുട്ടാണ്. പല 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 പ്രശ്നങ്ങളും നമ്മൾ ഈ മേഖലയിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് കസ്റ്റമറിനെ എങ്ങനെ കിട്ടുന്നത്. തയ്യൽ മേഖലയിലേക്ക് കയറിയപ്പോഴും എനിക്ക് ഈ കസ്റ്റമറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മീഷോ വിട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ ഇട്ടപ്പോഴും എനിക്ക് കസ്റ്റമറിനെ ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് കസ്റ്റമർ വരാൻ തുടങ്ങി. അതുകൊണ്ട് വീട്ടിൽ നിന്ന് തയ്ക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ കസ്റ്റമറെ കിട്ടും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഫസ്റ്റത്തെ കസ്റ്റമറിനെ എവിടെ നിന്ന് കിട്ടും? ആദ്യം പുറത്തുനിന്ന് കസ്റ്റമർ വരില്ല. അത് എന്തായാലും ആദ്യം പുറത്തുനിന്ന് കസ്റ്റമർ വരില്ല. പിന്നെ എവിടെ നിന്നാ വരാ? നമ്മുടെ അടുത്തുള്ള ആളുകളിൽ നിന്ന് തുടങ്ങാം. നെയ്ബേഴ്സ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, കുട്ടികളുടെ അമ്മമാര്, അങ്ങനെ കൂട്ടുകാര്, അങ്ങനെ എല്ലാവരും ഉണ്ടാവും അല്ലേ. റിലേറ്റീവ്സ് ഇല്ലെങ്കിലും ബാക്കി എല്ലാവരും ഉണ്ടാവും കേട്ടോ. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഇവരാരും അല്ലായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ കസ്റ്റമർ എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ കസ്റ്റമർ എൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെയായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമർ വരാണ്ടാവുമ്പോൾ എന്തായാലും നമുക്ക് തന്നെ ഡ്രസ്സ് തയ്ച്ചിടുമല്ലോ. അപ്പൊ അതേപോലെ എനിക്ക് ഭംഗിയുള്ള പല പല ഡ്രസ്സുകളും എനിക്ക് തന്നെ തയ്ച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്തു. ആ പ്രാക്ടീസ് ചെയ്തിരുന്ന ഡ്രസ്സുകൾ പുറത്തേക്ക് നമ്മൾ ഇട്ടുകൊണ്ട് പോകും. ഓരോ റിലേറ്റീവിന്റെ ഫംഗ്ഷനുകൾക്കും ഓരോരോ പരിപാടികൾക്ക് പോകുമ്പോൾ ഇടും. അങ്ങനെ ഇട്ടിട്ട് ആൾക്കാർ കാണുമ്പോൾ ഇത് എവിടെന്നാ നീ തയ്പ്പിച്ചേ എന്ന് അവർ ചോദിക്കുക, അല്ലെങ്കിൽ എവിടെന്നാ വാങ്ങിയെന്ന് ചോദിക്കുക. അപ്പൊ നമ്മൾ എന്ത് പറയണം? നമ്മൾ തന്നെ തയ്ച്ചാണ്, അല്ലെങ്കിൽ എനിക്കൊരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് എൻ്റെ ബ്രാൻഡിന്റെ ഡ്രസ്സാണ്, ഞാൻ തന്നെയാണ് അതിന്റെ ഓണർ എന്നൊക്കെ പറയാ. അപ്പൊ ഫസ്റ്റത്തെ കസ്റ്റമർ നമ്മൾ തന്നെയായിരിക്കും അല്ലേ. ഇപ്പൊ എല്ലാവരുടെ കാര്യത്തിലും ചിലപ്പോൾ അങ്ങനെ ആവണം. നല്ല ഭംഗിയുള്ള ഡ്രസ്സ് നമ്മൾ തയ്ച്ചിടാൻ ശ്രമിക്കുക. അപ്പൊ ഫസ്റ്റത്തെ കസ്റ്റമർ നമ്മളായിരിക്കും. അങ്ങനെയാണ് എനിക്ക് കസ്റ്റമർ കിട്ടി തുടങ്ങിയത്. എൻ്റെ ഡ്രസ്സ് കണ്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് തയ്ക്കാൻ കൊണ്ട് തന്നു തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ കാര്യത്തിൽ നടന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ നൈബേഴ്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, അങ്ങനെ പലരും ആവാം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വഴി നോക്കാം. ആദ്യം ചെറിയ വർക്കായാലും റിജക്റ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. ചെറുതായാലും വലുതായാലും നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള കോൺഫിഡൻറ്റ് കൈവിടാതെ ഇരിക്കുക. അപ്പൊ നമ്മൾ ആശിച്ച് മോഹിച്ച് ഒരു കസ്റ്റമറെ കിട്ടി എന്ന് വിചാരിക്കുക. അവരായിട്ട് പെരുമാറുന്ന ആ രീതി അത് നമ്മൾ നല്ലോണം കീപ്പ് ചെയ്യുക. അപ്പൊ അവര് നമ്മളെ വിട്ട് പോവില്ല. പിന്നെ നന്നായി നീറ്റായിട്ട് ചെയ്തു കൊടുക്കുക. അപ്പൊ അവര് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവര് മുഖേന വേറെ ആൾക്കാർ വരികയും അങ്ങനെ ഫോളോ ചെയ്ത് 1 2 3 4 5 6 കുറേ വന്ന് തുടങ്ങും. അപ്പൊ നമ്മൾ സ്ലോലി എന്ത് ചെറിയ വർക്കാണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് അത് നമുക്ക് ഉണ്ടാവണം. ചെയ്തു കൊടുക്കാനായിട്ട് എന്താ പറയാ, ആ ഒരു മെനക്ക് ചെയ്തു കൊടുക്കാനും ചെയ്യുക, ടൈമിന് ചെയ്തു കൊടുക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കേണ്ടത്. അപ്പൊ എന്തായാലും സോഷ്യൽ മീഡിയയിൽ നിന്ന് ആദ്യം ആരും ഒരാളും തരില്ല. പിന്നെ അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരാളായിരിക്കണം തരാ. അത്രയ്ക്ക് വിശ്വാസമുള്ള ആളാരായിരിക്കും? നമ്മുടെ ഫ്രണ്ട്സ് തന്നെയായിരിക്കും. അതിലപ്പുറം മറ്റാരുണ്ടാവില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും രണ്ടാമത്തെ ഒരു ഓപ്ഷൻ മാത്രമാണ്. നമ്മുടെ ഫ്രണ്ട്സ് ആയാലും പിന്നെ നമ്മൾ പല വീഡിയോസൊക്കെ മേക്ക് ചെയ്തിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ട് ഫാമിലി ഗ്രൂപ്പിലും അതേപോലെ സ്റ്റാറ്റസും ഒക്കെ ആയിട്ട് ഇടും.
അങ്ങനെ ഇടാം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും ഫാമിലി ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യരുത്. അത് ഞാൻ പറഞ്ഞ തെറ്റാ. എത്ര വലിയ ആൾക്കാരാണെങ്കിലും എത്ര സ്നേഹമുള്ള ബന്ധമാണെങ്കിലും നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടാലോ അതേപോലെ സ്റ്റാറ്റസ് ഇട്ടാലോ ഒരാളും വാങ്ങത്തില്ല. അതങ്ങനെയാണ്. അത് പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബന്ധുക്കൾ ആരും നമ്മുടെ കയ്യിൽ നിന്ന് എനിക്കിതുവരെ ആരും തന്നിട്ടില്ല കേട്ടോ. പലരും തരാന്ന് പറയും, പക്ഷെ തന്നിട്ടില്ല തരാറ്. എനിക്ക് വന്നിട്ടുള്ളത് കൂടുതലും എൻ്റെ കൂട്ടുകാരികളാണ്, അതേപോലെ അയൽവക്കക്കാരാണ്. നമ്മുടെ തൊട്ട് ബന്ധുക്കൾ എന്ന് പറയുന്ന ആ ഒരു വർഗം അവര് നമുക്ക് തരത്തില്ല. അതങ്ങനെയാണ്. അപ്പോ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാല് അറിയില്ല, എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ പറയട്ടോ. അപ്പോ അങ്ങനെയും നിങ്ങൾക്കൊരു ഇത് ചെയ്യാം. ഇനിയിപ്പോ പലരും ചിലവര് നല്ലതായിരിക്കും, ചിലവർ പൊട്ടയായിരിക്കും. എല്ലാവരുടെ കാര്യത്തിലും ഇങ്ങനെ ആവണമെന്നില്ല അല്ലേ? അപ്പൊ ഇടേണ്ടവർക്ക് ഇട്ട് നോക്കാം. ചിലവർക്ക് എന്താ പറയാ, കണ്ണ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ പോയി കാര്യം, എല്ലാം തകിടം മറിഞ്ഞു. എന്നാലും നമ്മൾ തളരോണ്ട് പിടിച്ചു നിന്ന് കയറി വരാം. അപ്പോ ഇൻസ്റ്റഗ്രാമൊക്കെ വഴി നമുക്ക് ഓഡിയോസ് ഒക്കെ വരും. നമ്മൾ റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം, ട്രെൻഡിങ് സോങ് ഒക്കെ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിശ്വാസം വരും. വിശ്വാസത്തിന്റെ പുറത്താണ് ഇവരെല്ലാം വാങ്ങുന്നത്. വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഒരു മനുഷ്യനും നമ്മുടെ കയ്യിൽ നിന്ന് സാധനം മേടിക്കത്തില്ല. അപ്പൊ അത് ഏത് പ്രൊഡക്റ്റിന്റെ കാര്യത്തിലായാലും നമ്മൾ വിശ്വാസത്തിന്റെ പുറത്താണ് ഇത് വാങ്ങുന്നത് അല്ലെ? ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ നിന്ന് വാങ്ങണ്ടെങ്കിൽ അത് കള്ളത്തരാണോ അല്ലെ ചതിയന്മാരാണോ അല്ലയോ എന്നൊക്കെ നോക്കിയിട്ടല്ലേ നിങ്ങൾ മേടിക്കുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്നവരാണ് എന്ന് മറ്റുള്ളവരെ നമ്മൾ ബോധ്യപ്പെടുത്തണം. അത് ചെയ്യും വേണം നല്ല വിശ്വാസത്തോടെ. അവർക്ക് ചെയ്തു കൊടുക്കും ചെയ്യണം. അങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ ട്രസ്റ്റിന്റെ പുറത്താണ് റീൽസിലും അതേപോലെ ഓരോ ഷോർട്സിലും ഒക്കെ നമുക്ക് സ്റ്റിച്ചിങ് ഓർഡേഴ്സ് കിട്ടാം. പിന്നെയും ഓർഡേഴ്സ് എങ്ങനെയാ വേണമെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് നമ്മളൊരു ബ്രാൻഡായിട്ട് തുടങ്ങി എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്തു എന്ന് വിചാരിക്കുക. വലിയ റീച്ച് ഒന്നുമില്ല, കുറച്ച് റീച്ചൊക്കെ കിട്ടുന്നുള്ളൂ എന്ന് വെച്ചാൽ നമ്മളെക്കാളും വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരായിട്ട് കൊളാബ് ചെയ്യുക, പൈസ കൊടുത്ത് കൊളാബ് ചെയ്യുക. അങ്ങനെയും ചെയ്ത് കഴിഞ്ഞ് അവർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അവര് മുഖേന നമുക്ക് ഓർഡേഴ്സ് കിട്ടുകയും ചെയ്യും. അപ്പോഴും വിശ്വാസം കൈവിടാതിരിക്കുക കേട്ടോ. വിശ്വസിപ്പിക്കുക എല്ലാവരെയും നമ്മൾ നീറ്റായി ചെയ്യും എന്നുള്ളത്. അങ്ങനെയും നമുക്ക് കാശ് കൊടുത്ത് വേണമെങ്കിൽ ചെയ്യാം, കാശ് കൊടുത്ത് ആഡ് ചെയ്യാം. അങ്ങനെ കാശ് കൊടുത്ത് ഇൻസ്റ്റഗ്രാം നമുക്ക് റീച്ചൊക്കെ കൊണ്ടുതരും. എപ്പോഴും കസ്റ്റമറെ കൊണ്ടുവരില്ല. കസ്റ്റമർ വരണമെങ്കിൽ വിശ്വാസം മസ്റ്റാ. അപ്പൊ അതും അങ്ങനെയും നമുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. പിന്നെ വരുന്ന കസ്റ്റമറോട് നീറ്റായിട്ട് സംസാരിക്കുക. പെരുമാറ്റം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരോട് എങ്ങനെ പെരുമാറും എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പല തലകുത്തി മറയുന്ന കുറെ എണ്ണങ്ങൾ ഉണ്ടാവും. അവരോടൊക്കെ മര്യാദയ്ക്ക് പറയാ. നമ്മൾ തുടക്കം നമുക്ക് ആൾക്കാർ വേണം. അതായത് നമുക്ക് പൈസയാണല്ലോ മുഖ്യം. അപ്പൊ നമുക്ക് കുറച്ച് ക്ഷമിക്കാനും നിങ്ങൾ പഠിക്കുക. പിന്നെ നമ്മുടെ തലയിൽ കയറി നിരങ്ങാണെന്ന് വെച്ചാൽ തിരിച്ച് മറുപടി പറയാനും നിങ്ങൾക്ക് അറിയണം കേട്ടോ. പിന്നെ അഥവാ വന്നു എന്ന് വിചാരിക്കുക, കസ്റ്റമർ വന്നു എന്ന് വിചാരിക്കുക. വന്നു, ഒരെണ്ണം വന്നു, രണ്ടെണ്ണം വന്നു, മൂന്നെണ്ണം വന്നു. നിങ്ങൾ ഒരാളെ സ്റ്റിച്ച് ചെയ്യാനുള്ളൂ, ഒരാളെ കട്ട് ചെയ്യാനുള്ളൂ, എല്ലാം ചെയ്യാൻ നിങ്ങൾ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം സ്വീകരിക്കരുത്. നിങ്ങൾക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും, ഇന്ന സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡേഴ്സ് സ്വീകരിക്കാം. എത്ര എണ്ണം നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റും എന്ന് നോക്കണം. അല്ലാണ്ട് ഈ കാശ് കിട്ടുന്ന വിചാരിച്ച് വരുന്നത് മുഴുവൻ മേടിച്ചു വെച്ച് നമുക്കത് കൊടുക്കാൻ പറ്റില്ല വെച്ചാൽ ഈ വരുന്ന കസ്റ്റമർ തന്നെ മറ്റുള്ളവരോട് പറയും, ആ കൊച്ചിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സമയത്തിന് ചെയ്ത് കിട്ടത്തില്ല, അത് ചെയ്യണത് വൃത്തിക്ക് ചെയ്യില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ വന്നാൽ നമുക്ക് വരുന്ന കസ്റ്റമർ പോവുകയും ചെയ്യും. അപ്പൊ ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. റീൽസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് കാര്യം അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് ഉപകാരപ്രദമാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നാൾ ചെയ്ത് കുറച്ച് നാൾ ചെയ്യാണ്ടിരുന്ന വെച്ചാൽ കസ്റ്റമറൊന്നും വരത്തില്ല കേട്ടോ. കസ്റ്റമറെ കിട്ടണമെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്യുക. നിർത്താണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാത്ത കസ്റ്റമർ വരെ വരും. അപ്പോ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഒരു ദിവസം നമ്മളെ തേടി എല്ലാ കസ്റ്റമറും വരും. നമ്മൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രാപ്തരായിട്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നിർത്താണ്ട് മുന്നേറുക,
അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പം എൻ്റെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായിട്ടുണ്ട്, മാനസികമായിട്ടും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.